ഹലോ, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി വിഷു. വിഷു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. എപ്പോഴും നമുക്ക് കണി കാണുന്നതും അതുപോലെ തന്നെ കൈനീട്ടം കിട്ടുന്നതും എല്ലാം അപ്പം അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇത്തവണത്തെ വിഷു. മോൾക്ക് അത് രാവിലെ തന്നെ ക്ലാസ് ഉണ്ട്, പുലർച്ചെ 5:30 പോകണം. അതുകൊണ്ട് അവളെ നേരത്തെ പറഞ്ഞയച്ചു. അതിന് ശേഷം കുഞ്ഞു പിള്ളേരൊക്കെ വിളിച്ചു. ചിക്കൂസും ചിന്തുട്ടനും ഒക്കെ എണീപ്പിച്ച് കൊണ്ടുവന്ന് അമ്മ തന്നെ കണി കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ കണി 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 എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അയ്യോ ഇതെന്താ അങ്ങനെയായിരുന്നു. കുഞ്ഞുമോളൊക്കെ എപ്പോഴും ഇത് അവിടെ ഉണ്ട് ഓറഞ്ച്, ഇവിടെ ഉണ്ട് ആപ്പിള്, എനിക്കത് മതിയിട്ടാ എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ കണി കാണലും കൈനീട്ടം മേടിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ച് കുറച്ചു നേരം നാമൊക്കെ ചൊല്ലി അവിടെ തന്നെ ഇരുന്നു. അപ്പോഴും കുട്ടികൾക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല കേട്ടോ. നമുക്കെപ്പോഴും വിഷു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെയാണല്ലേ നമുക്കെപ്പോഴും ഓർമ്മ വരിക. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ കണി കാണാൻ വിളിക്കലും അതുപോലെ തന്നെ കൈനീട്ടം തരലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം കുളിക്കലും ഏറ്റവും ആദ്യം ആരുടെ ഡ്രസ്സ് ഇടുക അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു തറവാട്ടിലായിരുന്നു. അപ്പോൾ പുതിയ ഡ്രസ്സാവുമല്ലോ, അപ്പോൾ വേഗം ഇടാനുള്ള ആ ഒരു തിരക്കൂട്ടലും മേക്കപ്പ് ചെയ്യലും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം സദ്യ കഴിക്കാൻ നോക്കലും അപ്പോഴേക്കും വിഷുക്കട്ടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും. അമ്മയും വല്യമ്മയും അച്ചാച്ചനും ഒക്കെ കൂടിയിട്ട് അച്ചാച്ചൻ ഇല പൊട്ടിച്ചുകൊണ്ടിരിക്കും, അതും പരത്തണത് അച്ചമ്മയായിരിക്കും. അങ്ങനെയൊക്കെ നല്ല ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ മക്കൾക്ക് അത്രയ്ക്ക് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അവർക്കിതൊന്നും കഴിക്കാൻ പോലും അത്ര ഇഷ്ടമല്ല. അപ്പം എല്ലാവർക്കും കൈനീട്ടം കൊടുത്ത് കഴിഞ്ഞിട്ട് അമ്മ എനിക്കും കൂടി തന്നു. സാധാരണ ആദ്യം എനിക്കാണ് കേട്ടോ തരാറ്. ഇന്നിപ്പോൾ മോള് സ്കൂളിൽ പോണ കാരണം ഞാൻ അവളുടെ കാര്യത്തിൽ ഇത്തിരി ബിസിയായിപ്പോയി. പിന്നെ ഞാനും ഇത്തിരി ഷോക്കാണല്ലോ, ആകെ ടയേർഡാണ്. സത്യം പറഞ്ഞാൽ എന്താവും തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യാനോ ഒന്നും വയ്യായിരുന്നു. അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. സാധാരണ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും പഴം പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാറാണ് പതിവ്. അപ്പം ഞാനിന്ന് പിള്ളേർക്ക് പഴം വാട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നെയ്യിൽ ടോസ്റ്റ് ചെയ്ത് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങനെ പിള്ളേരൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അമ്മ കറികളൊക്കെ ഉണ്ടാക്കി. കേബേജ്, കൂട്ടുകറി, കായത്തൊലി പയർ, അതുപോലെ അവിയൽ, സാമ്പാർ അങ്ങനെയൊക്കെ. പിന്നെ പായസമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പിള്ളേരെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിരുന്നു. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിരിപ്പുണ്ട്. അപ്പോഴേക്കും അമ്മ വിഷുക്കട്ട ഉണ്ടാക്കി. അപ്പോൾ ഇലയിലിങ്ങനെ ചൂടോടുകൂടി പരത്താണ് കേട്ടോ, ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവാനായിട്ട്. അപ്പോൾ ആവി പറക്കുന്നത് നല്ല കിട്ടിലൻ വിഷുക്കട്ടയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ വീട്ടിലാകുമ്പോൾ ശരിക്കും ഇത് ശർക്കര പാനിയിൽ മുക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറ്. ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, കുറച്ചല്ലേ വെക്കണുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ശർക്കര പാനിയും കാര്യമായിട്ടൊന്നും ആക്കിയില്ല. പിന്നെ നമ്മൾ ചേട്ടന് ലീവൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നേരത്തെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴേക്കും എത്തിയിട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് കുട്ടികൾക്ക് മാത്രത്തിൽ ഭക്ഷണം കൊടുത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴേക്കും ചേട്ടനെത്തിയതിന് ശേഷം ഉണ്ടോ ഞങ്ങൾ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ മാറിയത്. അങ്ങനെ സെറ്റ് മുണ്ടും അതുപോലെ തന്നെ ചേട്ടനായാലും മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റായി. അപ്പോഴേക്കും കളി തുടങ്ങിയിട്ട് അച്ഛൻ നേരത്തെ വന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പം അങ്ങനെ അച്ഛൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. അച്ഛൻ അതേ പോയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും അമ്മയും ഡ്രസ്സ് മാറി വന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്, വയലറ്റ് ബ്ലൗസും പിന്നെ അമ്മ തന്നൊരു സെറ്റ് മുണ്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കറികളും ഒക്കെ ഇതാണ്. രസം വെച്ചു കേട്ടോ, പിന്നെ കൊണ്ടോട്ട മുളക് വറുത്തു, പിന്നെ ഓലൻ ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഷുവിന് ഉണ്ടാക്കിയിട്ടുള്ള സദ്യ. പിന്നെ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് വലിയ കാര്യത്തിൽ എല്ലാവർക്കും ഇലയൊക്കെ ഇട്ടു. കാര്യത്തോടെ എടുക്കുമ്പോൾ പിള്ളേരെല്ലാവരും അമ്മ തന്നാൽ മതി അങ്ങനെയാണല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഞാൻ മോളുടെ ഇലയെന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവർ കറികളൊന്നും എല്ലാം എടുക്കില്ലല്ലോ ആ ഒരു രീതിക്ക്. അപ്പോഴേക്കും പിന്നെ എല്ലാവരും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പോൾ ഇത് അമ്മ കായത്തൊലിയും പയറെടുക്കുകയാണ്. അടുത്തത് അവിടെ കേബേജ് ഇരിപ്പുണ്ട്, പച്ചാറിട്ട് ഇളക്കുകയാണ് മോള്. അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് അവിയലൊക്കെ വിളമ്പുണ്ട്.
അങ്ങനെ അപ്പോഴേക്കും മോളത് ഓരോന്ന് ചോദിക്കുക, അതെങ്ങനെയാണോ ഉണ്ടാക്കിയത്, ഇങ്ങനെയാണോ ഉണ്ടാക്കിയത്. മോള് പിന്നെ ഉച്ചയാകുമ്പോഴേക്കും വരും. നേരത്തെ പോകുന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴിയുമ്പോഴേക്കും ഉച്ചയാകുമ്പോഴേക്കും വരുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. നമുക്കൊരു കുട്ടികളായിട്ടൊരു ലൈവ് നമുക്ക് എന്നും വീട്ടിലുള്ള പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അത് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഹാപ്പി വിഷു പറയാനായിട്ട്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ചു. നന്നായിരുന്നു. എല്ലാതും ഉണ്ടാക്കിയത് അമ്മയാണ്. അപ്പോൾ ഇത്തവണ അങ്ങനെ എല്ലാതും കൂട്ടി നല്ലപോലെ കഴിച്ചു. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാ സന്തോഷത്തിൻ്റെയും വിഷു ആശംസിക്കുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമുക്കിങ്ങനെ എപ്പോഴും കാണാനും രസമല്ലേ, കുട്ടികളുടെ വളർച്ച കാണാനൊക്കെ നമ്മൾ എപ്പോഴും എടുക്കാറുണ്ട് ഓണത്തിനും വിഷുവിനൊക്കെ. അപ്പം അങ്ങനെ എടുത്തു. പിള്ളേർ വലിയ മൂടൊന്നും ഇല്ല, 4:30 ഇപ്പം പിന്നെ പറയണ്ടല്ലോ, ക്ഷീണമായി. പക്ഷെ എന്നാലും കുറച്ച് ക്ലിപ്സൊക്കെ കിട്ടി. പിന്നെ വെയിലുണ്ടായിരുന്ന കാരണം ഫോട്ടോ അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ 7th മന്തൊക്കെ കഴിഞ്ഞു. അപ്പം അതിൻ്റേതായ വിമിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷം രാത്രിയായപ്പോൾ നമ്മുടെ വേറെ ഫ്രണ്ട്സ് എത്തി. അപ്പോൾ അവരും കൂടി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കുട്ടികളൊക്കെ ആയിട്ട് കളിച്ച് പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ അടിച്ച് പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിഷു ആഘോഷിച്ചത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് വിഷു ആഘോഷിച്ചതെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. എല്ലായിടത്തും പല വിധത്തിലൊക്കെയാണല്ലോ. ഞങ്ങൾ വിഷുവിന് ഇങ്ങനെയാണ് പച്ചക്കറി മാത്രം വെച്ച് ഈ ഒരു രീതിയിലാണ് ആഘോഷിക്കുക.